നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. വിവാദങ്ങളിലൊന്നും ചെന്നുപെടാത്ത ചുരുക്ക സിനിമാക്കാരിൽ ഒരാളാണ് സിദ്ദിഖ് ലാൽ എന്ന് പറഞ്ഞ സംവിധാന ഇരട്ടകളിലെ ലാൽ. അദ്ദേഹം ഇപ്പോൾ വലിയ വിവാദമുണ്ടാകാവുന്ന, സംസാരമുണ്ടാകാവുന്ന ഒരു വിഷയം എടുത്തിട്ടിരിക്കുന്നു. അതും 10-13 വർഷമായി സംസാരശേഷി നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജഗതിയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്കൊരബദ്ധം പറ്റി. എനിക്കങ്ങനെ ഒരുപാട് അബദ്ധം പറ്റാറുണ്ട്. ലാൽ ക്രിയേഷൻ്റെ, നമ്മുടെ സിദ്ദിഖ് ലാലിലെ ലാൽ നടത്തിയിരുന്ന വിതരണ സ്ഥാപനം ഉണ്ടല്ലോ, ലാൽ ക്രിയേഷൻ, ഇപ്പോൾ ഇല്ല, അത് വൈൻഡപ്പ് ചെയ്തു. ലാൽ ക്രിയേഷൻ്റെ തിരുവനന്തപുരം മാനേജറായിരുന്ന ഒരു ഹരിയാണ്. എനിക്കൊരു അനിയനെ പോലെ. സൗദി വെള്ളക്കയുടെയൊക്കെ പാർട്ണറായിരുന്ന ആളാണ് ഹരി. അപ്പോൾ എൻ്റെ നാട്ടുകാരനുമാണ്. ഒരുപാട് അടുപ്പമുണ്ട്, മനസ്സുകൊണ്ട് ഒരുപാട് അടുപ്പമുള്ള ആളാണ് ഹരി. എനിക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഹരിയെ അടുത്തിടെ വിളിച്ചു. മറുവശത്ത് ഹരിയുടെ ശബ്ദമല്ല. ഹരി ഫോൺ എടുത്താൽ എപ്പോഴും പറ ദിനേശ് ചേട്ടാ എന്നേ ആദ്യം പറയൂ. ഇത് ഫോൺ എടുത്തോണ്ട് ഒരു പരുക്ക ശബ്ദത്തിൽ അവരോ കേട്ടു. സോറി, ഹരിയുടെ ഫോണിലേക്ക് വിളിച്ചതാ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ സ്വയം പറയും പോലെ അദ്ദേഹം പറയുകയാണ്, ഈ പരുക്കൻ ശബ്ദമുള്ള ആൾ പറയുകയാണ്, ഹരിയെ വിളിച്ചതാണത്രേ. അലോസരം, അദ്ദേഹത്തിന് ഒരു ചെറിയ അലോസരം ഉണ്ടായി അങ്ങനെ പറഞ്ഞതില്ലെന്ന് എനിക്ക് തോന്നുന്നു. മറുവശത്തു നിന്നും പറയുന്നത് എനിക്ക് കേൾക്കാമത്. ഹരിയെ വിളിച്ചതാണത്രേ എന്നൊക്കെ. ആ പറഞ്ഞ ആളിൻ്റെ ഫോണിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടാവും. എന്നിട്ടും അദ്ദേഹം ഹലോ എന്നും ഹരിയെ വിളിച്ചതാണത്രേ എന്നും പറഞ്ഞപ്പോൾ, എന്താ ദിനേശെ വിളിച്ചതെന്നോ, നിങ്ങളിപ്പോഴെന്നെ വിളിക്കാറില്ലെന്നോ, ഹരിയല്ല ഞാൻ ലാലാണെന്നോ അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ ഹരിയെ വിളിച്ചത് ഹരി ലാൽ എന്നാണ് എഴുതിക്കുന്നത്. ഹരി ലാൽ മീഡിയ എന്നുള്ളതിന് ഹരി ലാൽ എന്നാണ് എഴുതിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുള്ളത് ഔദ ലാൽ എന്നാണ്. ഈ ലാൽ അടിച്ചത് തെറ്റിപ്പോയി. അതിന് പറ്റിയ ഒരു ഞെക്കി വയ്ക്കുമ്പോൾ തൊട്ട് അടുത്തടുത്ത് കിടക്കുകയായിരുന്നു ഈ പേരുകൾ. ഞാനും ദിനേശാണെന്ന് പറയാൻ പോയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഫോണിൽ എൻ്റെ പേരുണ്ടല്ലോ. പഞ്ചസാര എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ മധുരമുള്ളത് എന്ന് എഴുതുന്നത് എനിക്കിഷ്ടമല്ല, ഒട്ടും താല്പര്യമില്ല. ദിനേശെന്നോ ശാന്തിവിളയെന്നോ ആ ഫോണിൽ ഡിസ്പ്ലേ ചെന്നിരിക്കും. അദ്ദേഹം അപരിചിതത്വം കാണിച്ചു. എന്നാൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാനും വച്ചു. ഈ വിവരം ഞാൻ ലാൽ ക്രിയേഷൻ്റെ ഹരിയെ വിളിച്ച് പറഞ്ഞു. നിന്നെ വിളിച്ചത് ലാലേട്ടനെ ആയിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു. എന്തു പറഞ്ഞു ലാൽ സാർ എന്ന് ഹരി കേട്ടു. അദ്ദേഹം അപരിചിതനെ പോലെ പെരുമാറി, ഞാൻ പൊട്ടനെ പോലെ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു. എന്നെ ലാലേട്ടൻ വിളിക്കാതായിട്ട് ചുരുങ്ങിയത് ഒരു 3-4 വർഷമെങ്കിലും വരും. അവസാനം വിളിച്ചപ്പോൾ അല്പം ഹാർഷായാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ദിനേശേ, ഞാനാകെ ദിനേശിനോട് ചെയ്ത ദ്രോഹം, ഒരു പടത്തിൽ അഭിനയിക്കാൻ ദിനേശിന് ഡേറ്റ് തന്നു, അതുകൊണ്ടാണ് ദിനേശ് എന്നെ ദ്രോഹിക്കുന്നത് എന്നായിരുന്നു ഞാൻ ഫോൺ എടുത്ത ഉടനെ അദ്ദേഹം ചോദിച്ചു. ഒരു 3-4 വർഷം വരും, 4 വർഷത്തിലധികം വരും. നമ്മുടെ ചാനലിൽ മാത്രമല്ല, ഏതൊക്കെ വാർത്താ ചാനലുകളിൽ ചർച്ചയ്ക്ക് ഞാൻ വന്നിട്ടുണ്ടോ അതിലൊക്കെ ലാലേട്ടനെ കുറിച്ച് നല്ലതല്ലാതെ ഒരു വാക്ക് മോശമായി ഞാൻ ഉപയോഗിച്ചിട്ടേയില്ല. ബെന്നി പി നായരമ്പലത്തിനെ വിളിച്ചു വരുത്തി, ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി, ലാൽ ക്രിയേഷൻ്റെ അടുത്ത പടത്തിന് ഒരു കഥ കണ്ടെത്തിക്കോണം, നമ്മുടെ ദിനേശാണ് സംവിധാനം ചെയ്യുന്നത് എന്ന് അവധിയുടെ സെറ്റിൽ വെച്ച് ലാലേട്ടൻ പറഞ്ഞതാണ്. ഞാൻ അടുത്തിരിക്കുമ്പോഴാണ്. ഞാനാണ് സത്യത്തിൽ ആ പ്രോജക്റ്റ് ഉഴപ്പിക്കളഞ്ഞത്. നിങ്ങൾ വിചാരിക്കും ഞാനൊരു മണ്ടനാണെന്ന്. ഞാനത് ഉഴപ്പിക്കളഞ്ഞു. കാരണം
കലാഭവൻ മണിയെ മാറ്റി ലാലേട്ടനെ ഔദയാക്കിയത് ഇങ്ങനെ ഒരു പടത്തിനായി ഞാൻ കളിച്ച കളിയാണെന്ന് മറ്റുള്ളവർ കരുതും എന്ന് ഞാൻ കരുതി. അതെനിക്കിഷ്ടമല്ല അങ്ങനെ ആരെങ്കിലും കരുതുന്നെങ്കിൽ. അങ്ങനെ ആരും കരുതാൻ വഴിയില്ല, പക്ഷെ ഞാൻ കരുതി. പലരൊക്കെ വിചാരിക്കും യവൻ ആ മണിയെ മാറ്റിയിട്ട് ലാലിനെ വെച്ചത് ലാൽ ക്രിയേഷനിൽ കയറി പറ്റാനാണ് എന്ന് ആൾക്കാർ വിചാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പടം ബംഗ്ലാവ് ലൗദയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞ് റിലീസായ ശേഷമാണ് ലാലേട്ടൻ്റെ പ്രതിഫലം പോലും ഞാൻ കൊടുത്തത്. വേണമെങ്കിൽ ഡബ്ബ് ചെയ്യണമെങ്കിൽ എൻ്റെ ബാക്കി പണം തരണമെന്ന് മറ്റ് നായകന്മാർ പറയും പോലെ എന്നോട് ലാലേട്ടന് പറയാമായിരുന്നു. ഞാൻ വാക്ക് പറഞ്ഞാൽ മാറില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. മണിക്ക് പകരക്കാരനായില്ലേ എന്നെ നിങ്ങൾ വിളിച്ചത്, അതുകൊണ്ട് ഞാൻ വാങ്ങുന്നതിൻ്റെ 2 ഇരട്ടി പ്രതിഫലം തരണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും ഞാൻ കൊടുത്തേനെ. ഞാൻ എന്ത് ശമ്പളം തരണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. മേക്കപ്പ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കേട്ടു, ലാലേട്ടാ ഞാൻ എന്താണ് ഈ പടത്തിന് തരേണ്ടത് എന്ന് ചോദിച്ചു. പടം തുടങ്ങും ദിനേശേ, കാശൊക്കെ പിന്നെ പറയാമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. കാണുമ്പോഴൊക്കെ എനിക്ക് കാശ് കണ്ടെത്താനാണ്, എത്രയെന്ന് പറയണം എന്ന് ഞാൻ ടെൻഷനോടെ പറയുമ്പോഴും നീ പോയി ഷോട്ട് എടുക്ക് എന്ന് പറഞ്ഞ ആളാണ് ലാലേട്ടൻ. ചിത്രീകരണത്തിന് ഇടയിൽ ഒരു നാൾ ഒരു സാധു മനുഷ്യൻ സെറ്റിൽ വന്നു. ലാലേട്ടൻ്റെ വീടിന് മുന്നിൽ പലചരക്ക് കടയോ മറ്റോ നടത്തുന്ന ആളാണ് ഈ വന്നയാൾ. കട ഒരു നാൾ കത്തിപ്പോയി. എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ച് വന്നതാണ്. ഒന്നും മടിക്കാതെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ദിനേശേ കാശിരിക്കുന്നോ, ഒരു 50,000 തരാൻ? അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്. ഞാൻ 50,000 രൂപ അപ്പം തന്നെ കൊടുത്തു. ആ 50,000 രൂപ അതുപോലെ അദ്ദേഹം ആ കട കത്തിപ്പോയ പാവത്തിന് കൊടുത്തു. പട്ടണം റഷീദിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ സെറ്റിൽ വന്നു. റഷീദ് പറഞ്ഞാണ് ഞാൻ അറിയുന്നത് പാവം ആ യുവാവിന് ക്യാൻസറാണെന്ന്. നല്ല ചിരിയോടെ പ്ലീസിങ്ങായി പെരുമാറുന്ന പയ്യനായിരുന്നു. റഷീദ് ലാലിനോടും ഇക്കാര്യം പറഞ്ഞു തോന്നും. അപ്പോഴും ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ദിനേശേ കാശിരിക്കുന്നോ, ഒരു 50,000 തരാൻ എന്ന് ചോദിച്ചു. ഞാൻ കൊടുത്ത 50,000 രൂപ ആ യുവാവിന് നൽകി സന്തോഷത്തോടെ അവനെ യാത്രയാക്കി. ഇതിനൊക്കെ ഞാൻ സാക്ഷിയാണ്. പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യുന്നവന്മാർ ഒരു മര്യാദയില്ലാതെ കാശൊഴുക്കി കളയുന്നത് ദിനേശ് അറിയുന്നില്ലേ ഇവിടെ എന്നൊരു ദിവസം എന്നോട് ചോദിച്ചു. ഞാനൊരു നിർമ്മാതാവ് കൂടിയായതിനാൽ എനിക്ക് വിഷമം തോന്നുന്നു ദിനേശ്. വേണോ വേണ്ടേ എന്ന് തിരക്കാതെ എൻ്റെ മുറിയിലൊക്കെ മിനറൽ വാട്ടറിൻ്റെ കുപ്പികൾ ദിനവും കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് പോവുകയാണ്. ഇപ്പം തന്നെ എൻ്റെ മുറിയിൽ 17 കുപ്പികളോ മറ്റോ അവിടെ എറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാനതെല്ലാം എടുത്ത് അടുക്കി മേശപ്പുറത്ത് വച്ചിട്ടുണ്ട്. ഇത് പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ, ശ്രദ്ധിക്കണമെന്ന് എന്നെ ഓർമ്മിപ്പിച്ച മനുഷ്യനാണ് ലാലേട്ടൻ. അദ്ദേഹം സംവിധായകനാണ്, നടനാണ്, തിരക്കഥാകൃത്താണ്, നിർമ്മാതാവാണ്, വിതരണക്കാരനാണ്. ഈ മേഖലകളിലെല്ലാം വിജയിച്ച മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് മാത്രം ഞാൻ പാല മഹാറാണി ഹോട്ടലിൽ റൂം എടുത്തു കൊടുത്തു, ഒരു സൂട്ട് റൂം എടുത്തു കൊടുത്തു. മറ്റുള്ള ഞാനടക്കമുള്ള എല്ലാവരും മറ്റ് ആർട്ടിസ്റ്റുകളും എല്ലാം താമസിക്കുന്നത് ഭരണങ്ങാനത്തുള്ള ഓശാന മൗണ്ട് എന്ന് പറഞ്ഞ ജോസഫ് പുലിക്കുന്നേലിൻ്റെ സ്ഥാപനത്തിലായിരുന്നു. ഒരു നാൾ ഷൂട്ടിങ്ങിന് പോകുന്ന വഴി ലാലേട്ടൻ ഓശാന മൗണ്ടിലെ എൻ്റെ കോട്ടേജിൽ വന്നു. ഇത്രയും നല്ല താമസ സ്ഥലം ഉള്ളപ്പോൾ വലിയ വാടകയുള്ള മുറിയിൽ എന്നെ എന്തിനാ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നത് എന്നായി ലാലേട്ടൻ. ഇവിടെ നല്ല മനോഹരമായ ഹട്ടുകളല്ലേ, സൂട്ടുകളല്ലേ, എന്തിനാണ് എന്നെ മഹാറാണി കൊണ്ടുവന്ന് ഇത്രയും വലിയ വാടക കൊടുത്ത് താമസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം. ഒറ്റയ്ക്കല്ലേ താമസിക്കുന്ന ഒന്നാമത്, ബോറടിക്കും അദ്ദേഹത്തിന്. അതെങ്ങനെയാ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെ താമസിപ്പിക്കും ലാലേട്ടനെ? കാരണം താങ്കളൊരു വലിയ സംവിധായകനും വലിയ നടനും വലിയ തിരക്കഥാകൃത്തും നിർമ്മാതാവും ഒക്കെ അല്ലേ. ഓശാന മൗണ്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം, അത് ശരിയാവില്ല എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞു. എനിക്ക് ഇവിടെ ഒരു കോട്ടേജ് തരണം, ഇല്ലേൽ ഞാൻ നിൻ്റെ കോട്ടേജിൽ കയറി താമസിക്കും എന്ന് പറഞ്ഞിട്ട്
ഓശാന മൗണ്ടിലേക്ക് മാറി താമസിച്ച് എന്താ പറയുക പെർ ഡേ എനിക്ക് തോന്നുന്നു ദിവസവും ഒരു 10,000-4,000 രൂപ എനിക്ക് ലാഭം വന്നു. അതോടെ അവിടെ മഹാറാണി കൊടുക്കുന്ന വാടക വെച്ച് നോക്കുമ്പോൾ ഓശാന മൗണ്ടിൽ ചെറിയ വാടകയേ ഉള്ളൂ. അങ്ങനെ സ്വന്തം താമസ സ്ഥലത്തിൻ്റെ വാടക പോലും കുറച്ച് ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം. അബുദ തുടങ്ങിയ ശേഷം ഇന്നേ വരെ പറയാത്ത ഒരു രഹസ്യം കൂടി വേണമെങ്കിൽ ഞാനിപ്പോൾ ഈ ക്യാമറ മുന്നിൽ പറയാം. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. സൂപ്പർ ഹിറ്റുകൾ നിരവധി സമ്മാനിച്ച രഘുനാഥ് പല്ലേരിയാണല്ലോ എൻ്റെ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത്. ഒരു തുടക്കക്കാരനായ എനിക്കായി ഒരു തിരക്കഥ എഴുതാൻ മനസ്സ് കാണിച്ച വലിയ മനുഷ്യനാണ് രഘുചേട്ടൻ. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് അദ്ദേഹം ബംഗ്ലാവ് ലൗദയുടെ തിരക്കഥ എഴുതാൻ ആരംഭിച്ചത്. ആ രഘുചേട്ടൻ ഇന്നും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തിന് എങ്ങനെയെന്ന് എനിക്കറിയില്ല. എനിക്കിന്നും രഘുചേട്ടനെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ പ്രിയപ്പെട്ടവനാണ്. എന്നെ അദ്ദേഹം ബംഗ്ലാവിൽ അവധിക്ക് ശേഷം എന്നെ വിളിച്ചിട്ടേ ഇല്ല. തിരുവനന്തപുരത്ത് വന്നാൽ പോലും എന്നെ കാണാറുമില്ല, വിളിക്കാറുമില്ല. പക്ഷേ ഞാൻ ഇടയ്ക്കിടെ അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം കോയമ്പത്തൂരായിരുന്നപ്പോഴും വിളിക്കും, ഇപ്പോൾ കോഴിക്കോട്ടാണ് താമസിക്കുന്നത്, അപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഈ അടുത്ത കാലത്തും വിളിച്ചു. കാക്കനാട്ട് കുറേ കാലം അദ്ദേഹം ഒരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു. ഞാൻ കാക്കനാട് വരെ എറണാകുളത്ത് ഇറങ്ങി കാക്കനാട് ഫ്ലാറ്റിൽ ചെന്നും ഒരുപാട് നേരം അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചിരുന്നിട്ട് മടങ്ങിപ്പോരും. ബംഗ്ലാവ് ലൗദ തുടങ്ങി ആദ്യ ഷോട്ടിൽ തന്നെ ഞങ്ങൾ തമ്മിൽ ഇടഞ്ഞു. രണ്ടാമത്തെ സീൻ എടുക്കുമ്പോൾ പിണങ്ങി. ഈ സിനിമ ദിനേശിൻ്റേത് മാത്രമായിരിക്കും, എടുക്കുന്നത് തെറ്റായാലും ശരിയായാലും ദിനേശ് വിചാരിക്കുന്നത് എടുക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു എനിക്ക്. ആദ്യ ഷോട്ട് ഞാനൊരു ക്രൈം ഷോട്ട് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഞാനൊരു ക്രൈം ഷോട്ട് ഇട്ടപ്പോൾ എന്നെ പറഞ്ഞു, ഇതെന്താ ഇവിടെ ഇട്ടേ? ഞാൻ ഇവിടെ നിന്നാണ് എടുക്കണേ. അല്ല, അവിടെ ഒരു ട്രോളി ഇട്ടാൽ മതി എതിർവശത്ത്, അങ്ങോട്ട് അങ്ങനെ ഒരു ട്രോളി ഇട്ടാലുള്ള ഗുണം എന്താ എന്നിട്ടപ്പോൾ അതിന് അദ്ദേഹം മറുപടി പറയില്ല. എന്നോട് ചോദിച്ചു, അല്ല നീ ക്രൈം ഇട്ടതിൻ്റെ കാര്യം പറ. ഞാൻ പറഞ്ഞു, പടം ഓപ്പൺ ചെയ്യുമ്പോൾ ആ 10-32 ബെഡ്റൂമുള്ള ആ ബംഗ്ലാവിൻ്റെ ഷോട്ടിൽ നിന്ന് തുടങ്ങി ക്രൈം താഴേക്ക് വരുമ്പോൾ അബുദയുടെ ബുള്ളറ്റിൽ സാജദ് സൂര്യയുടെ കഥാപാത്രം കിടപ്പുണ്ട്. അപ്പം ബംഗ്ലാവിൽ അബുദയുടെ ബംഗ്ലാവ് രജിസ്റ്ററാവും, അബുദ ഓടിക്കുന്ന ബുള്ളറ്റ് രജിസ്റ്ററാവും, അദ്ദേഹം വളർത്തുമകനായി കൊണ്ടു നടക്കുന്ന സാജദ് സൂര്യയെ മനസ്സിലാവും. സാജദ് സൂര്യ എന്തോ ആലോചിച്ച് കിടക്കുമ്പോൾ ബംഗ്ലാവിനകത്ത് നിന്ന് ഭാവന ഇറങ്ങി ഈ ബൈക്കിനടുത്തേക്ക് വരും. അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ആവും. അതുകൊണ്ടാണ് ഞാനിവിടെ ക്രെയിൻ ഇട്ടത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഉത്തരം മുട്ടിപ്പോയി. ഞാനങ്ങനെ തന്നെ ആ ഷോട്ട് എടുത്തു. മറിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ എന്തിനാണ് അപ്പുറത്ത് ട്രോളി ഇടുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്ക് അത് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ മുതൽ ഞങ്ങൾ തെറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പടത്തിൽ എടുക്കുന്നത് എന്തായാലും ശരി, അത് റോങ് ആവട്ടെ ശരിയാവട്ടെ, എൻ്റെ സിനിമയായിരിക്കും എന്ന് ഞാൻ തീർത്ത് അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. ജനപ്രിയ സൂപ്പർ ഹിറ്റുകൾ എഴുതി സംവിധാനം ചെയ്ത എൻ്റെ നായകൻ ലാൽ ഒരു ഷോട്ടിൽ പോലും എന്നോട് ഇങ്ങനെ അല്ലല്ലോ എടുക്കേണ്ടത് ദിനേശ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിറ്റേന്നും രഘുചേട്ടൻ സീനെടുക്കുമ്പോൾ കയറി ഇടപെട്ടു. അന്ന് ഞാൻ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഞാൻ എൻ്റെ ഇതെടുക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞൊരു ഷോട്ട് എടുത്തു എന്ന് തോന്നുന്നു. എന്നിട്ട് എനിക്ക് ഏതാണ് ശരിയെന്ന് തോന്നി ആ ഷോട്ട് ഞാൻ എടുത്തു. എന്നിട്ട് എൻ്റെതേ ഞാൻ സിനിമയിൽ ഉപയോഗിച്ചുള്ളൂ. അന്ന് രാത്രി രഘുചേട്ടൻ്റെ കോട്ടേജിൽ ഞാനും ക്യാമറാമാൻ നമ്പ്യാതിരി കൂടി പോയി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, രഘുചേട്ടാ, തലേ ദിവസം എത്ര വൈകി വന്നാലും ശരി ഞാൻ നിങ്ങളുടെ മുറിയിൽ വരാം, നാളെ എടുക്കാൻ പോകുന്ന സീനുകളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് ഞാനത് ഷൂട്ട് ചെയ്യാം. പക്ഷേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന് തിരക്കഥാകൃത്തായ താങ്കൾ ഒരക്ഷരം പറയാൻ പാടില്ല, ഞാനത് അംഗീകരിക്കില്ല. പക്ഷേ പുള്ളിക്ക് സെറ്റിൽ വരണം, എന്നെ പഠിപ്പിക്കണം, അദ്ദേഹം പറയും പോലെ എടുക്കണമെന്നൊരു വാശി പോലെ എല്ലാവരും മുന്നിലും അദ്ദേഹം സംവിധാനം ചെയ്യുന്നു എന്ന് തോന്നിക്കണം. അപ്പോൾ നമ്പ്യാതിരി പറഞ്ഞു, ദിനേശ് പറയുന്നതാണ് ശരി, രഘു അങ്ങനെ സെറ്റിൽ വന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ അങ്ങനെ വഴങ്ങി തന്നില്ല. താങ്കൾ പറയുന്നത് പോലെ ഞാൻ എടുക്കാം, അങ്ങനെ എടുക്കണമെന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണം എന്ന് ഞാൻ പറയേണ്ടി വന്നു. അദ്ദേഹം മറുപടി പറഞ്ഞില്ല. പകരം ഞാനിങ്ങനെ ഷോട്ട് വെച്ചത് എന്തുകൊണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തു. ഇത് ഭംഗിയായിട്ട് മനസ്സിലാവുന്ന ആളായിരുന്നു ലാൽ. പക്ഷേ ലാലേട്ടൻ ഇടപെട്ടേ ഇല്ല. മൂന്നാം നാളും രഘുചേട്ടൻ ഇടപെട്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി.
എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. സെറ്റിൽ തന്നെ പലരും വിചാരിച്ചു, ഏതാനും മണിക്കൂറുകൾക്കകം ആദ്യ ദിവസം തന്നെ അവർ തെറ്റുമെന്ന് പലരും വിചാരിച്ചു എന്ന് പിന്നെ എന്നോട് പറഞ്ഞു. ദിനേശ് ചേട്ടൻ്റെ സ്വഭാവം അനുസരിച്ച് ഗെറ്റ് ഔട്ട് അടിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി എന്ന് എന്നോട് 2-3 പേര് പറഞ്ഞു. ലാലേട്ടനോട് ഒരു 10 മിനിറ്റ് നേരം പുറത്തിരിക്കാൻ പറഞ്ഞു. ഷോട്ട് എടുക്കാൻ തുടങ്ങിയ സമയമാണ്. ഞാൻ പറഞ്ഞു, ലാലേട്ട വന്നൊരു 10 മിനിറ്റ് പുറത്തിരിക്കുമോ എന്നിട്ട്. എന്നിട്ട് നമ്പ്യാതിരിയോട് പറഞ്ഞു ലൈറ്റുകളും ജനറേറ്ററും എല്ലാം ഓഫ് ചെയ്യാൻ പറഞ്ഞു. അവതയുടെ ബെഡ്റൂം ചിത്രീകരിക്കുന്ന സീനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അവിടെ ഞാനും രഘുനാഥ് പല്ലേരി എന്ന എൻ്റെ പ്രിയപ്പെട്ട രഘുചേട്ടനും ക്യാമറാമാൻ നമ്പ്യാതിരിയും മേക്കപ്പ് മാൻ പട്ടണ റഷീദും മാത്രമായി. ബാക്കി എല്ലാവരുടെയും പുറത്തു പോകാൻ പറഞ്ഞിട്ട് വാതിലടച്ചു. എനിക്ക് പറയാനുള്ളതൊക്കെ സഭ്യമായും ശാന്തമായും സഭ്യമല്ലാതെയും ദേഷ്യത്തിലും പറഞ്ഞു. രഘുചേട്ടൻ മറുപടി പറയാതെ ചിരിച്ചോട്ട് നിന്നു. താങ്കൾ എന്നോട് ചോദിച്ച പ്രതിഫലത്തേക്കാൾ ഇപ്പോൾ എൻ്റെ ഇന്ന് 15,000 രൂപ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. പടം തുടങ്ങുമ്പോൾ തന്നെ പ്രതിഫലവും 15,000 രൂപ കൂടുതലും വാങ്ങി. എത്ര വൈകി വന്നാലും ഞാൻ റൂമിൽ വന്ന് താങ്കളുടെ അഭിപ്രായം നാളെ എടുക്കുന്ന സീനുകളെക്കുറിച്ച് ചോദിക്കാം. സെറ്റിൽ രഘുചേട്ടൻ വരരുത്. വന്നാൽ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വരരുത്. ഇതൊന്നും സമ്മതമല്ല എങ്കിൽ ചേട്ടന് കോയമ്പത്തൂരിലേക്ക് പോകാൻ, അദ്ദേഹം അന്ന് കോയമ്പത്തൂരാണ് താമസിക്കുന്നത്, ഞാൻ കാറ് തരാം, അല്ലെങ്കിൽ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് തരാം, ഇല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തരാം. എന്ത് വേണമെങ്കിലും ഞാൻ ഏർപ്പാടാക്കാം. ഈ സിനിമ ദിനേശിൻ്റേത് മാത്രമായിരിക്കുമെന്ന് ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ ഞാൻ രഘുചേട്ടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. 10ഓളം സീനുകളും ക്ലൈമാക്സും ബാക്കി എഴുതാനുണ്ട്. അത് അത്ര എഴുതിയിട്ടില്ല. ഒന്നും പറയാതെ രഘുചേട്ടൻ പുറത്തേക്ക് പോയി. ജനറേറ്റർ ഓണായി, ലൈറ്റുകൾ കത്തി, ഷൂട്ടിംഗ് ആരംഭിച്ചു. വൈകുന്നേരം വരെ രഘുചേട്ടൻ സെറ്റിലുണ്ടായിരുന്നു. പക്ഷേ ഷൂട്ട് നടക്കുന്നിടത്തേക്ക് അന്ന് വന്നതേയില്ല. ഷൂട്ട് ബാക്കപ്പായി. രാത്രി ഓശാനം വേണ്ടി ചെന്ന് ഞാൻ നമ്പ്യാതിരെയും കൂട്ടി രഘുചേട്ടൻ്റെ കോട്ടയിൽ ചെന്നു. എത്ര പറഞ്ഞിട്ടും രഘുചേട്ടന് ചെയ്യുന്ന തെറ്റ് മനസ്സിലാകുന്നേയില്ല. ഞാൻ എഴുതിയ സിനിമകളിലെല്ലാം ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് രഘുചേട്ടൻ്റെ പക്ഷം. സത്യനന്ദിക്കാട്, സിബി മലയിൽ, കമൽ, ഷാജിയൻ കരുൺ മുതലായവരൊക്കെയാണ് രഘുചേട്ടൻ കൂടുതലും സ്ക്രിപ്റ്റ് എഴുതിയത്. അവരിൽ ഒരാൾ പോലും രഘുചേട്ടൻ്റെ അല്ലെങ്കിൽ രഘുചേട്ടൻ കൈയിട്ടാൽ സമ്മതിക്കില്ല എന്നത് ഉറപ്പാണ്. ഞാൻ രാവിലെ മടങ്ങും, ബാക്കിയുള്ള സീനുകൾ ഞാൻ അയച്ചു തരാം, എനിക്കൊരു കാറ് തരണം എന്നാണ് അവസാനം എന്നോട് പറഞ്ഞത്. ഞാനും നമ്പ്യാതിരിയും മുറിവിട്ടിറങ്ങി. രാവിലെ പെട്ടിയൊക്കെ കാറി കയറ്റി രഘുചേട്ടൻ സെറ്റിൽ വന്നു. ഷൂട്ട് നടക്കുന്നിടത്ത് വന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞു. എന്നെ വാത്സല്യത്തോടെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എൻ്റെ കാതിൽ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാടാ, നിൻ്റെ സിനിമ തന്നെ ആകണം ഇത്. ഞാനത് ചിന്തിക്കണമായിരുന്നു, വിട്ടുകളാ. രഘുചേട്ടൻ പോയി. ആ കാറിൻ്റെ ബാക്ക് ഷോട്ടിൽ കുറേ നേരം ഞാൻ നോക്കി നിന്നു. കണ്ണിൽ നിന്ന് മറയുന്നതുവരെ നോക്കി നിന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം അത്രയും പ്രതീക്ഷയോടെ ഞാൻ ചെയ്യുന്നൊരു സിനിമയിൽ ഞാനൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ 100% കലർപ്പില്ലാതെ സ്നേഹിച്ച രഘുചേട്ടൻ എന്നോട് ഇത് കാണിക്കരുതായിരുന്നു എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പൊയ്ക്കോളാൻ പറയേണ്ടി വന്നത്. എൻ്റെ നിൽപ്പ് കണ്ടിട്ടാവണം ലാലേട്ടൻ എൻ്റെ അടുത്ത് വന്നു. ഇന്നലെ കുറേ നേരം ഞാനും രഘുവും ഈ വിഷയം സംസാരിച്ചു. ദിനേശാണ് ശരിയെന്ന് എനിക്ക് പറയേണ്ടി വന്നു രഘുവിനോട്. ഈ അപകടം ഞങ്ങൾ മുൻപ് അനുഭവിച്ചതാണ്. റാംജി റാവു സ്പീക്കിങ് ഫാസിൽ സാറും കൂടി ചേർന്നാണല്ലോ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ ദിവസവും സെറ്റിൽ വരുമായിരുന്നു. പടം റിലീസായി സൂപ്പർ ഹിറ്റായപ്പോൾ റാംജി റാവു ഫാസിൽ ചെയ്തിട്ട് ശിഷ്യന്മാരുടെ പേര് വച്ചതാണെന്ന് സിനിമാക്കാർ തന്നെ പറഞ്ഞു വരുത്തി. ഇത് എങ്ങനെയോ പാച്ചിക്കേടിയും ചെവിയിലെത്തി. ഫാസിലാണ് സംവിധാനം ചെയ്ത് ശിഷ്യന്മാരുടെ പേര് വെച്ചതാണെന്ന് ഈ പാര വയ്ക്കുന്ന സിനിമാക്കാർ, അല്ലെങ്കിൽ ഒരു വിജയം അംഗീകരിക്കാൻ പറ്റാത്ത സിനിമാക്കാർ പറഞ്ഞുവെന്ന് പാച്ചിക്കയും അറിഞ്ഞു. അത് പരിഹരിക്കാനായി ഇൻ ഹരിഹർ നഗർ അടുത്ത സിനിമ എടുക്കുമ്പോൾ മനഃപൂർവ്വം പാച്ചിക്ക സെറ്റിൽ ചെന്നതേയില്ല. സിദ്ദിഖ് ലാൽ തന്നെയാണ് സംവിധാനമെന്ന് പറയാനായി മാത്രമാണ് അദ്ദേഹം ഷൂട്ട് സെറ്റിലേക്ക് ചെല്ലാത്തത്. ഞാനിതൊക്കെ രഘുവിനോട് പറഞ്ഞു. ദിനേശേ, ഇന്നിപ്പോൾ പോകാൻ നേരം രഘു പറഞ്ഞത്, ലാലെ ഞാൻ പോകുന്നു, 2 ദിവസം കഴിയുമ്പോൾ എന്നെ തിരിച്ച് വിളിച്ചു വരുത്താൻ ദിനേശിനോട് പറയണം എന്ന് ഏൽപ്പിച്ചിട്ടാണ്
രഘുചേട്ടൻ പോയത്. വർഷങ്ങൾക്ക് ഇപ്പുറം ഈ സമയം ഞാനിപ്പോൾ ക്യാമറയുടെ മുന്നിലിരിക്കുമ്പോഴും ലാലേട്ടൻ എന്നോട് രഘുവിനെ മടക്കി വിളിക്ക് ദിനേശേ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. 2 ദിവസം കഴിയുമ്പോൾ ലാലൊന്ന് പറയണം കേട്ടോ, എന്നെ തിരിച്ചു വിളിക്കാം, ഞാൻ ഇങ്ങ് വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഞാനിതാ ഇപ്പോൾ ഈ ക്യാമറയുടെ മുന്നിലിരിക്കുന്ന ഈ സമയത്ത് പോലും ലാലേട്ടൻ എന്നോടത് പറഞ്ഞിട്ടില്ല. ആ ലാലേട്ടനെ ഞാനെന്നും ആ സ്നേഹത്തോടെ മാത്രമേ കാണൂ. എന്നോടാണ് അദ്ദേഹം ഞാനൊരു ദ്രോഹമേ ചെയ്തുള്ളൂ ദിനേശിന്, ഒരു ഡേറ്റ് തന്ന് നിനക്ക് എന്ന കുത്തുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം പറഞ്ഞത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത് പറയാനുള്ള കാരണം ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ മൗനം വെടിയണം, നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി എന്ന സംഭവത്തിൽ നടന്നത് എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന ലാലേട്ടൻ പറയണം അറിയാവുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞു. ഒരു പഴയ എപ്പിസോഡിലാണ്, അത് ഏത് സ്റ്റോറിയിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ആളാണ്. കാരണം ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ A to Z മനസ്സിലാക്കിയ ആദ്യത്തെ ആൾ ലാലേട്ടനാണ്. ലോകത്തൊരിടത്തും ഒരു ക്രിമിനലും ഒരു പെണ്ണിനെ ആക്രമിച്ചാൽ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവളെ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടുന്നതിന് പകരം ഞങ്ങളുടെ കൊട്ടേഷന് വേണ്ടിയുള്ളതെല്ലാം ഭംഗിയായി കഴിഞ്ഞു, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് സഹോദരി, സേഫായിട്ട് എവിടെ പോകണം എന്ന് പീഡിതയോട് തിരക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതും പീഡിപ്പിച്ച സാമൂഹ്യദ്രോഹിയെ തിരിച്ചറിയുക കൂടി ചെയ്താൽ ഒട്ടും ചെയ്യില്ല. അയ്യോ നീ പൾസറല്ലേ എന്നാണല്ലോ ആ കുട്ടി ആദ്യം ചോദിച്ചത്. അങ്ങനെ തിരിച്ചറിഞ്ഞുവെങ്കിൽ അവൻ എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാനല്ലേ നോക്കൂ. അതിന് പകരം സഹോദരി, ഞങ്ങൾ കൊട്ടേഷൻ എടുത്തിരുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് സേഫായിട്ട് എവിടെയാണ് പോകേണ്ടത് എന്ന് ചോദിക്കില്ല. ഞാനതിലിപ്പോഴും ഉറച്ചിരിക്കുന്ന ആളാണ്. ഇവിടെ പീഡിപ്പിച്ചവനെ അതിജീവിത മനസ്സിലാക്കിയ ശേഷം ഇനി എവിടെ കൊണ്ടാക്കേണ്ടതെന്ന് തിരക്കി അവർ പറഞ്ഞിടത്ത് കൊണ്ടുവിടുന്നു. അതും നിരവധി സിനിമാക്കാർ താമസിക്കുന്ന റോഡിൽ ലാലിൻ്റെ വീട്ടിൽ. അപ്പോൾ സ്വാഭാവികമായും നടന്നതൊക്കെ ആ കുട്ടി ലാലേട്ടനോട് പറഞ്ഞു കാണും. അതിനുശേഷം ആൻറ്റോ ജോസഫിനെ വിളിച്ചു വരുത്തി, ആൻറ്റോ ജോസഫ് PT തോമസ് MLA വിളിച്ചു വരുത്തി, MLA പോലീസിൻ്റെ കൊച്ചിയിലെ തലപ്പത്തിരിക്കുന്ന ആരെയോ വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്നു. ഇത്രയും നടന്നതാണ്. അവരോട് പറഞ്ഞതെല്ലാം അറിയാവുന്ന ഏക ആൾ ലാലാണെന്നുള്ളതിൽ ഒരു സംശയമില്ലല്ലോ. ദുരൂഹത മാറ്റാൻ ലാലേട്ടാ നടന്നതൊക്കെ എന്താണെന്ന് താങ്കൾ പറയണം ഇനിയെങ്കിലും എന്ന് ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. സ്റ്റുഡിയോ ബിസിനസ് അടക്കം ദിലീപും ലാലും പാർട്ട്നേഴ്സ്മാരാണ്. എൻ്റെ ഈ ആവശ്യം അദ്ദേഹത്തെ വിഷമിപ്പിച്ചു, കോപാകുലനാക്കി. എന്നോട് പറയാൻ പാടില്ലാത്ത നേരത്തെ പറഞ്ഞ വാചകം പറഞ്ഞപ്പോൾ എനിക്ക് നന്നായി നൊന്തു. അത് കാരണം മനസ്സുകൊണ്ട് ഞങ്ങൾ അകന്നുപോയി. അതിനുശേഷം ഞാൻ പിന്നെ ലാലേട്ടനെ വിളിച്ചിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല. പോട്ടെ, മനസ്സിലാക്കാത്തവർ തമ്മിൽ അകലുന്നത് തന്നെയാവും നല്ലത് എന്നാണ് എൻ്റെ വിശ്വാസം. സത്യത്തിൽ ഞാനിവിടെ പറയാൻ വന്ന വിഷയം അതല്ല, വേറൊന്നാണ് പറയാൻ വന്നത്. പക്ഷേ ആമുഖമായി ഇത്രയും പറഞ്ഞു പോയി. ഒരാവശ്യവുമില്ലാതെ ഒരു വെബ് സീരിയലിൻ്റെ റിലീസ് വേദിയിൽ ജഗതിയെ മോശമല്ലാതെ ഒരു വിമർശനം ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. അങ്ങനെ ആരെയും ഒന്നും പറയുന്ന ആളല്ല. പക്ഷേ എന്താണെന്നുണ്ടോ, ഒരാവശ്യവുമില്ലാതെ ജഗതി ശ്രീകുമാറിനെ ഒരു നല്ല കുത്തിയിരിക്കുന്നു പുള്ളി. സംവിധായകനെ അറിയിക്കാതെ സ്വന്തം കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത കാര്യമാണത്രേ ലാൽ പറയുകയാണ്. ഏതു വലിയ നടനായാലും കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നത് കഴിവായും മിടുക്കായും കാണാനാവില്ല എന്നാണ് ലാലിൻ്റെ പക്ഷം. അങ്ങനെ അഭിനയിച്ചാൽ ആ നടൻ വിജയിച്ചു എന്നും അപ്പുറത്ത് നിൽക്കുന്നയാൾ പരാജയപ്പെട്ടു എന്നുമാണ് ലാൽ പറയുന്നത്. ടേക്കിൽ ചില ഡയലോഗുകളും മൂവ്മെൻറ്റും നടത്തും, അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് ലാൽ പറയുന്നത്. ജഗതി അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹം പറയുന്നു. ജഗതിയെപ്പോലൊരു അനുഗ്രഹീത നടനോടൊപ്പം പിടിച്ചു നിൽക്കാനാകാത്ത അഭിനേതാവിന് അത് പാരയാകും എന്നുള്ളത് സത്യമാണ്. കാരണം റിഹേഴ്സലിൽ ചെയ്തതിനപ്പുറം ക്യാമറ ഓടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോധർമ്മത്തിൽ ചില നമ്പറുകളിടും, മുക്കലും മൂളലും നോട്ടമൊക്കെ. അത് എതിർവശത്ത് നിൽക്കുന്ന ആളിന് അതിനനുസരിച്ച് ഇടാൻ അറിയില്ല എങ്കിൽ പൊളിഞ്ഞു പോകും, പാളിപ്പോവും. അപ്പോൾ ജഗതിയോട് കഥാപാത്രം പറഞ്ഞ് അതിന് ഏത് ലെവൽ വരെ പോകാം എന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത സംവിധായകനും ചിലപ്പോൾ അത് പാരയാകാം. അത്
ജഗതിയുടെ കുറ്റമാണോ എന്നാണ് എനിക്ക് ലാലേട്ടനോട് ചോദിക്കാനുള്ളത്. സിദ്ദിഖ് ലാൽമാരുടെ മാത്രമല്ല, അവരുടെ ഗുരുവായ ഫാസിലിൻ്റെയും പ്രിയപ്പെട്ട നടനായിരുന്നില്ല ഒരിക്കലും ജഗതി. ഒന്നാമത് പാച്ചിക്കയുടെ ആയാലും ശരി, സിദ്ദിഖിൻ്റെ ആയാലും ലാലിൻ്റെ ആയാലും അവരുടെ സിനിമ എടുപ്പ് എന്ന് പറയുന്നത് ജഗതിയെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു രീതിയാണ്. 40-50 ദിവസമൊക്കെയാണ് ഒരു കഥാപാത്രം ചെയ്യാൻ, ചെറിയ വേഷം ചെയ്യാനുള്ള ആർട്ടിസ്റ്റിനെ പോലും ഡേറ്റ് വാങ്ങുന്നത് അങ്ങനെയാണ്. അവർക്ക് ആരെയും കാത്തിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുന്ന പൈസ കൊടുത്ത് ഒരു 50 ദിവസത്തേക്കൊക്കെയാണ് ബ്ലോക്ക് ചെയ്യാറ്. ആ 50 ദിവസം ഉണ്ടെങ്കിൽ ജഗദീഷ് കുമാർ 10 സിനിമയിൽ അഭിനയിക്കും. അതുകൊണ്ട് തന്നെ ജഗതിക്കും ഇവരുടെ പടങ്ങളിൽ അഭിനയിക്കാൻ അമിതമായ താല്പര്യമില്ലായിരുന്നു തോന്നുന്നു. അങ്ങനെ 50 ദിവസവും 60 ദിവസമൊക്കെ തരാത്തതുകൊണ്ടായിരിക്കാം ഫാസിലിൻ്റെതായാലും സിദ്ദിഖിൻ്റെതായാലും ലാലിൻ്റെ ആയാലും പ്രിയപ്പെട്ട നടന്മാരുടെ ലിസ്റ്റിൽ ജഗതി ഉണ്ടായിരുന്നില്ല. ഇവരെന്നല്ല, ഇവിടുത്തെ പ്രശസ്തരായ ഹരിഹര സാറ്, IV ശശി, ജോഷി മുതലായ മുഖ്യധാരാ സിനിമാക്കാരും ജഗതിയെ നന്നായി ഉപയോഗിച്ചിട്ടേയില്ല. അത് ചിലപ്പോൾ ഈ പറയുന്ന 40-50 ദിവസം കൊടുക്കാൻ ജഗതിയുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്നാൽ ഈ നടനെ നന്നായി ഉപയോഗിച്ച ചിലരുണ്ട്. അത് അടൂർ ഗോപാലകൃഷ്ണ സാറുണ്ട്, പത്മരാജ് സാറുണ്ട്, KG ജോർജ് ഉണ്ട്, ലെനിൻ രാജേന്ദ്രനുണ്ട്. അങ്ങനെ നല്ല സിനിമകൾ എടുക്കുന്ന ഒരുപാട് പേര് ജഗതിയെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല നടനായതുകൊണ്ട് തന്നെയാണ് അടൂർ വിളിക്കുന്നത്. അല്ലെങ്കിൽ അടൂർ വിളിക്കുമോ, അല്ലെങ്കിൽ പത്മരാജൻ വിളിക്കുമോ, അല്ലെങ്കിൽ KG ജോർജ് വിളിക്കുമോ? ഇല്ല. സിദ്ദിഖ് ലാൽ സിനിമയിൽ ഒരു കാബൂളിവാലയിൽ ജഗതി മുഖ്യവേഷത്തിൽ ഒരാളായി. എനിക്ക് ചോദിക്കാനുള്ളത്, കാബൂളിവാലയിൽ ജഗതി ശ്രീകുമാർ മോശമായോ? പണ്ടൊക്കെ മലയാള സിനിമയിലെ ഹാസ്യം എന്ന് പറയുന്നത് സീൻ 12 അടൂർ ഭാസി ബഹദൂർ ഇത്രയേ ഉണ്ടാവുള്ളൂ സ്ക്രിപ്റ്റ് റൈറ്ററുടെ സ്ക്രിപ്റ്റിൽ. സീൻ 23 അടൂർ ഭാസി ഷീലത എന്നെഴുതിയിരിക്കും. അപ്പോൾ അടൂർ ഭാസി ഷീലതയും കൂടെ വന്ന് ഒരു സീൻ ഉണ്ടാക്കണം. ആ സിനിമയുടെ കഥയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെ എഴുതിയിരുന്ന കാലം ഉണ്ടായിരുന്നു ഇവിടെ. ജഗതി വന്നപ്പോഴാണ് അത് മാറിയത്. ചിരിക്കാനറിയാവുന്ന പ്രിയദർശനൊക്കെ ജഗതിയുടെ സംഭാവനകൾ നന്നായി ഉപയോഗിക്കുന്നവരാണ്. കിലുക്കത്തിൽ ഒരു നല്ല സീനുണ്ടല്ലോ, മഞ്ഞ് വീണ് തിലകൻ ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ വാതിലിലെ കണ്ണാടി ചില്ലുകളെല്ലാം മഞ്ഞ് നിറഞ്ഞിരിക്കുമ്പോൾ മറുവശത്ത് വന്നിരിക്കുന്ന ജഗതി നാക്കുകൊണ്ട് നക്കി തുടച്ച് അകത്തേക്ക് നോക്കുന്ന ഒരു സീനുണ്ട്. ഒരു തിരക്കഥാകൃത്തിനും എഴുതി വയ്ക്കാവുന്നതിനപ്പുറമാണ് ആ സീനിൽ ജഗതി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിലുക്കത്തിൽ ശല്യം സഹിക്കുക വയ്യാതെ രേവതി ചെയ്യുന്ന ക്യാരക്ടറിനെ കൊണ്ടുവന്ന് കാട്ടിക്കളഞ്ഞിട്ട് മോഹൻലാൽ തിരിച്ചു വന്ന് ഇവർ ആഹാരമെടുത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങുമ്പോൾ രേവതി മുന്നിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് എന്നെ നിങ്ങൾ കാട്ടിക്കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പൊക്കളഞ്ഞു അല്ലേ, ആന വന്നു എന്ന് പറയുമ്പോൾ ജഗതി വിറച്ചോണ്ട് പറയുന്നൊരു ഡയലോഗുണ്ട്, ആന എവളെ കണ്ട് പേടിച്ച് കാണും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വൈബ്രേറ്റ് ചെയ്ത് ജഗതി ഡബ് ചെയ്തിരിക്കുന്നതോടെ കാണാൻ. ഈ പറയുന്നത് നമുക്കൊരു തിരക്കഥയിൽ എഴുതി വയ്ക്കാവുന്നതല്ല. അത് ജഗദീഷ് ശിവകുമാർ എന്ന് പറഞ്ഞ ജീനിയസിൻ്റെ മനോധർമ്മത്തിൽ നിന്ന് വരുന്നതാണ്. കമൽ സംവിധാനം ചെയ്ത ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയുടെ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുതിരയെ വിഴുങ്ങിയ ഒരു ക്യാരക്ടറാണല്ലോ. കുതിരയോട്ട മത്സരമൊക്കെ നടന്ന കുതിരയെ വിഴുങ്ങിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് ജഗതി ചെയ്തിരിക്കുന്നത്. കാറിൽ നിന്ന് ജഗതിയെ സൈക്കാട്രിസ്റ്റായ മോഹൻലാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നിടം മുതൽ, കാറിൽ നിന്ന് ഇറങ്ങുന്നിടം മുതൽ ജഗതി നടക്കുന്ന രീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ കുതിര വയറ്റിൽ ചവിട്ടുമ്പോൾ ഇക്കിളിയായിട്ട് കുതിര ചവിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ജഗതി കാണിച്ചിരിക്കുന്ന ഒന്നും അതൊക്കെ മനോധർമ്മമാണെന്ന് ഞാൻ പറയാം. അതൊന്നും സ്ക്രിപ്റ്റിൽ ഉണ്ടായതല്ല. അതുകൊണ്ട് തന്നെ ഉള്ളടക്കത്തിൻ്റെ സംവിധായകൻ കമലിൻ്റെ വില പോയൊന്നുമില്ല. പ്രിയദർശൻ്റെ കിലുക്കത്തിൽ ഇത്രയും ജഗതി മനോധർമ്മത്തോടെ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രിയദർശൻ്റെ പേരൊന്നും ഒരിടത്തും നഷ്ടമായിട്ടില്ല. കൂടെ അഭിനയിച്ചവർക്ക് ആർക്കും പരാതിയില്ലായിരുന്നു. മോഹൻലാലോ രേവതിയോ തിലകനോ ഒന്നും പരാതി പറഞ്ഞിട്ടില്ല. ജഗതി കയറി ഓവർ സ്മാർട്ട് കളിച്ചു കളഞ്ഞു, അതുകൊണ്ട് ഞങ്ങളുടെ ക്യാരക്ടർ വെറുതെ ആയെന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല. ഇവിടെ പ്രിയദർശനോ കമലോ തലകുനിക്കേണ്ടി വരുന്ന ഒന്നും ചെയ്തില്ല എന്ന് ജഗതി കാരണം ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. സിനിമ കൊള്ളില്ല, പക്ഷേ എന്താ പാട്ട് അല്ലെങ്കിൽ എന്താ ക്യാമറ എന്ന് പറഞ്ഞാലും ആ സിനിമയുടെ സംവിധായകൻ പരാജയപ്പെട്ടു എന്ന പക്ഷക്കാരനാണ് ഞാൻ. എന്തൊരു ഫോട്ടോഗ്രാഫി, സമ്മതിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ സംവിധായകൻ പൊളിഞ്ഞു പോയി എന്നാണ്, ക്യാമറാമാൻ പ്രൊജക്റ്റ് ചെയ്തു എന്നാണ്. AR റഹ്മാനെ പോലെയുള്ള സംഗീത സംവിധായകരും എസ് കുമാറിനെ പോലെയുള്ള ഛായാഗ്രാഹകന്മാരുടെയും ഒക്കെ ഈ പറയും പോലെ ആണെങ്കിൽ ഇനി സിനിമയ്ക്ക് വിളിക്കാനേ പറ്റില്ല. അയ്യോ അവർ സംവിധായകനെടുത്ത് വിഴുങ്ങിക്കളയും എന്ന് പറയേണ്ടി വരും. കാബൂളിവാലയിൽ
കടലാസാകാൻ മനസ്സില്ലാ മനസ്സോടെ സിദ്ദിഖ് ലാൽ വിളിച്ചത് എന്തിനാകും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എഴുതി വച്ചതും സംവിധാനം ചെയ്തതും ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ തന്നെ മതി എന്ന വാശി ഉണ്ടായിരുന്നെങ്കിൽ സിദ്ദിഖ് ലാൽ സിനിമകളിൽ കുടികിടപ്പുകാരായി കുറേ പേരുണ്ടല്ലോ സ്ഥിരമായി ചെയ്യുന്നവർ, അവരിൽ ആരെങ്കിലും വെച്ചാൽ പോരായിരുന്നോ എന്നാണ് എനിക്ക് ലാലേട്ടനോട് ചോദിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ കടലാസാവാൻ ഈ സംവിധായകൻ പറയുന്നതിനും അപ്പുറം അല്ലെങ്കിൽ എതിർവശത്തേക്കുന്ന നടനെ ഓവർടേക്ക് ചെയ്തു പോകുന്ന ജഗതിയെ പോലെ ഒരാളെ വച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 7 നിലയിൽ പൊട്ടുമെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും സിദ്ദിഖ് ലാൽമാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കന്നാസും കടലാസും ആവാൻ ഇന്നസെൻറ്റും ജഗതിയുമായാലേ ആ പടം നിൽക്കുമെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, വേറെ ആർക്കില്ലെങ്കിൽ. ഒരു സീൻ ചിത്രീകരിക്കുമ്പോൾ സ്പോണ്ടേനിയസായി ഒരു അഭിനേതാവിൻ്റെ മനോധർമ്മത്തിൽ നിന്നും വരുന്ന ചില നമ്പറുകൾ കച്ചവട സിനിമകളെ വിജയിപ്പിക്കാൻ ഉതകുന്നതാകും, പ്രത്യേകിച്ച് ഹ്യൂമർ രംഗങ്ങൾ. അത് കൂടെ അഭിനയിക്കുന്ന അഭിനേതാവിന് ജഗതിക്കൊപ്പം എത്താനായില്ല എങ്കിൽ അത് ജഗതിയുടെ കുറ്റമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 5 സിനിമകൾ സിദ്ദിഖ് ലാൽമാർ സംവിധാനം ചെയ്തു. അതിലൊരു കാബൂളി വാലയിലെ ജഗതിയെ വിളിച്ചിട്ടുള്ളൂ, ബാക്കി 4ലും ജഗതി ഇല്ലല്ലോ. സിദ്ദിഖ് ഒറ്റയ്ക്ക് 8 സിനിമകൾ ചെയ്തു. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമയിൽ മാത്രമാണ് ചക്കച്ചാമ്പറമ്പിൽ ജോയിയുടെ ഇളയപ്പനായിട്ട് ജഗതിയെ വിളിച്ചത്. ആ സിനിമ നിങ്ങൾ ആലോചിക്കുക, ഫ്രണ്ട്സിൽ ജഗതി ചെയ്ത് കസറിയിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന്. അതിൽ പലയിടത്തും നമുക്ക് ഈ പറയുന്ന പരാതി ആലോചിച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റിൽ എഴുതി വയ്ക്കാൻ പറ്റുന്ന അല്ല ജഗതി അതിൽ ചെയ്തിരിക്കുന്നത്. ലാൽ 4 സിനിമകൾ സംവിധാനം ചെയ്തു. അതിൽ കോബ്ര എന്ന് പറഞ്ഞൊരു തല്ലിപ്പൊളി പടം ഉണ്ടല്ലോ, ആ പടത്തിൽ മാത്രമാണ് ജഗതിയെ സഹകരിപ്പിച്ചത്. ഇപ്പോൾ ഈ ജഗദീഷ് ശിവകുമാറിനോടൊപ്പം ലാൽ അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല എന്നാണ് ഞാൻ കുറേ നേരം ഇരുന്ന് ആലോചിച്ച് നോക്കി. അതിലൊന്നും ജഗതിയില്ല. പക്ഷേ എൻ്റെ ബംഗ്ലാവിലെ അവധിയിൽ ലാലിൻ്റെ കൂടെ ജഗതി അഭിനയിച്ചിരുന്നു ഒരു ഫാദറായിട്ട്. അവിടെ അസുഖകരമായ ഒന്നും ജഗതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാവും ഇങ്ങനെ ഇപ്പോൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജഗദീഷ് ശിവകുമാർ സംസാരിക്കാതായിട്ട് 13 വർഷമാകുന്നു ഈ ഒക്ടോബറിൽ. ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ ലാല് ജഗതിയെ പിടിച്ചത് എന്തിനാകും എന്നാണ് എൻ്റെ ചിന്ത. എന്തായാലും അസ്ഥാനത്താണ് ലാലിൻ്റെ ഈ നിരീക്ഷണം വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ജഗതിയോടൊപ്പം കുറേ പടങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ കാവടിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ അനിയൻ ആദ്യമായിട്ട് സംവിധായകനാവുകയാണ്, അനിയൻ. അപ്പോൾ അനിയൻ്റെ ഒരു പ്രശ്നം ഹരികുമാറിൻ്റെയും ലെനിൻ രാജേന്ദ്രൻ്റെയും കൂടെയൊക്കെയാണ് സഹകരിച്ചിട്ടുള്ളത്. അപ്പോൾ അല്പസ്വല്പം ഒരു ബുജി ലെവലിലാണ്. ജഗതി വന്നു. ജഗതി വന്നടൻ അനിയൻ ചെന്നിങ്ങനെ പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കേട്ടോ, അനിയ ഖാൻ കെലിയാണോ ഖാന കെലിയാണോ ഈ സിനിമ എന്ന് ചോദിച്ചു. അനിയന് പിടികിട്ടിയില്ല. ഞങ്ങളൊക്കെ നിന്ന് കഥ ചിരിച്ചു. ഖാന കെലിയെ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലൂടെ വലിയ വിജയം ഉണ്ടാക്കി ആഹാരം കഴിക്കാൻ, ഖാന കെലിയെ ആഹാരം കഴിക്കാനുള്ള വക ഉണ്ടാക്കാനാണോ നീ ഈ സിനിമ ചെയ്യുന്നത് എന്ന് പറയണം. അല്ല, ക്യാൻ കെലിയാണെങ്കിൽ, അതായത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിന് അയക്കാനുള്ളതാണെങ്കിൽ അത് പറയണം. കാരണം ആ റേഷ്യോയിലാണ് അമ്പിളിച്ചേട്ടൻ്റെ അഭിനയം. അപ്പോൾ അനിയൻ ഒരു മറുപടിയും പറഞ്ഞില്ല, അനിയൻ ചിരിച്ചതേ ഉള്ളൂ. ഖാന കെലിയെ ഖാൻ കെലിയെ ഏത് വേണമെന്നാണ് അനിയനോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, കാവടിയാട്ടത്തിൽ ജഗദീഷ് ശിവകുമാർ കസറിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഹരികുമാർ സാറിൻ്റെ എഴുന്നള്ളത്ത് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്, മുമ്പ് എവിടെയോ. സിദ്ദിഖ്, മുകേഷ്, ജയറാം 3 പേർക്ക് നാടൻ പട്ടച്ചാരയം വാങ്ങിക്കൊടുത്ത് കുടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. റബ്ബർ കാട്ടിനിടയിലിരുന്ന്, റബ്ബർ തോട്ടത്തിനിടയിലിരുന്ന്. അപ്പോൾ റിഹേഴ്സലിൽ ജഗതി കുപ്പിയെടുക്കുന്നു, ഗ്ലാസ്സുകളിൽ ഒഴിക്കുന്നു, ഓരോരുത്തർക്കും കൊടുക്കുന്നു, അവർ കുടിക്കുന്നു. അതിൻ്റെ റിയാക്ഷനൊക്കെ റിഹേഴ്സലിൽ കാണിക്കുന്ന ജഗതി കൂളായിട്ടിരിക്കുക. ടേക്കെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പൊതുവേ ഈ ചിരിക്കുന്നതിൽ പിശുക്കുള്ള ഒരാളാണ് ഹരികുമാർ. അപ്പോൾ ടേക്കെടുക്കാം, അമ്പിളി റെഡിയല്ലേ, മുകേഷ് റെഡിയല്ലേ എന്നൊക്കെ ചോദിച്ചു. റെഡി. സരോജ് പാടിയാണ് ക്യാമറമാൻ. സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞു, ആക്ഷൻ പറഞ്ഞു. ജഗതി ചേട്ടൻ കുപ്പിയെടുത്തു, ഗ്ലാസ്സുകളിൽ ഒഴിച്ചു, എല്ലാവർക്കും കൊടുത്തു, ജഗതി ചേട്ടനും എടുത്തു. ഇവർ കുടിച്ച് അതിൻ്റെ കയ്പ്പ്, ഈ പട്ടച്ചാരത്തിൻ്റെ കയ്പ്പൊക്കെ മുഖത്ത് എന്നൊക്കെ ആക്കുന്നുണ്ട്. ജഗതി ചേട്ടൻ ആദ്യം ഈ ഗ്ലാസ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു 3 തുള്ളി പിതൃക്കൾക്ക് കൊടുത്തു, അച്ഛനും അമ്മാവനും ഒക്കെ, മരിച്ചു പോയവർക്ക്. അത് തന്നെ ചിരി വരുത്തുന്ന ഒരു കാര്യമായിരുന്നു. വളരെ ഭവ്യതയോടെയാണ് പിതൃക്കൾക്ക് കൊടുത്തത്. എന്നിട്ട് ഒരൊറ്റ കാച്ചങ്ങ് കാച്ചി കുടിച്ചു.
ആ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവൻ കുടിച്ചിട്ട് തൊട്ട് നക്കാനായിട്ട് ചുറ്റും നോക്കി നാരങ്ങ അച്ചാറോ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊരു ചെടി ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. ഒരു മടിയുമില്ലാതെ അതിൻ്റെ മോൾ ഭാഗം ഒടിച്ചെടുത്ത് കടിച്ച് ചവച്ച് അകത്താക്കി. ഇതൊരിക്കലും റിഹേഴ്സലിൽ ജഗതി കാണിച്ചിരുന്നില്ല. ഹരികുമാർ സാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജഗതി ഇങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ ചിരിയുടെ പിശുക്കനായ ഹരികുമാർ സാർ പൊട്ടി ചിരിക്കുന്നതിനിടയിൽ കട്ട് പറയാൻ മറന്നുപോയി. കട്ട് പറയാത്തതുകൊണ്ട് ജഗതിക്ക് ചവച്ചുകൊണ്ടിരിക്കുന്നതിന് ഒന്നും ചെയ്യാൻ നോക്കില്ല. ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ട് പറഞ്ഞാൽ തുപ്പിക്കളയാമല്ലോ. ആ കമ്മ്യൂണിസ്റ്റ് പച്ച മുഴുവൻ ജഗതി കഴിച്ചു. അവസാനം സാറിനോട് അടുത്ത് നിന്ന് ആരോ സാറിനെ ഒന്ന് നോർമലാക്കിയപ്പോഴാണ് കട്ട് പറഞ്ഞത്. എഴുന്നള്ളത്തിൽ ആ സീൻ നിങ്ങൾ കണ്ടു നോക്കൂ, യൂട്യൂബിലുണ്ട്. നമ്മളറിയാതെ ചിരിച്ചു പോകും. അതുപോലെ ഇദ്ദേഹത്തിന് ഈ പെണ്ണ് കൂട്ടിക്കൊടുക്കലൊക്കെയാണ് പുള്ളി നടത്തുന്നത്. അഭിമാനത്തോടെയാണ് പറയുന്നത് ഡബിൾ എം എ ആണെന്ന് ഞാൻ. അങ്ങനെ ആ പടത്തിലെ ഒരു വില്ലനായിട്ട് അഭിനയിക്കുന്നത് നിർമ്മാതാവാണ്. അദ്ദേഹത്തെയും കൊണ്ട് ഇന്നസെൻ്റ് വീട്ടിൽ വരും. ഇന്നസെൻ്റ് ജഗതിയുടെ അമ്മാവനാണ്. അപ്പോൾ ഇന്നസെൻറ്റിന് സിത്താര ജനിച്ച ശേഷം ഭാര്യ മരിച്ചുപോയി. അങ്ങനെ രണ്ടാമതൊരു സ്ത്രീയെ കെട്ടി, നല്ല യുവത്വത്തിലുള്ള യുവതിയായ ഒരു സ്ത്രീയെ കെട്ടി, അല്പം മാദകത്തുള്ളൊരു സ്ത്രീയെ കെട്ടി. അവരുമായിട്ട് എന്തൊക്കെയോ സൈഡ് ബിസിനസ് ഈ നിർമ്മാതാവിൻ്റെ ക്യാരക്ടറിനുണ്ട്. അതിന് എല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന ജഗതിയാണ്. അപ്പോൾ ജഗതിയും ഇദ്ദേഹം കൂടെ വന്നു. ജഗതി തറയിലിരുന്നു, അദ്ദേഹം ഒരു കസേരയിലിരുന്നു. ആ സ്ത്രീ വന്ന് കതവിൻ്റെ ഓരം പറ്റി നിന്ന് ഇവർ മൂന്നുപേരും കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ സംസാരിക്കുന്ന വിഷയം ശരിയല്ല എന്ന് തോന്നിയിട്ട് ഭൂമി കുലുക്കുന്നത് പോലെ ഒരു പാൽപാത്രം കൊണ്ട് സിത്താര ഇവരുടെ നടുവിലൂടെ നടന്ന് ഭൂമി കുലുക്കും പോലെ നടന്ന് പുറത്തേക്ക് പോകണം. റിഹേഴ്സലെല്ലാം കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൽ ഈ സിത്താര നടന്നു പോകുമ്പോൾ ജഗതി ഇങ്ങനെ നോക്കിയിട്ട് അമ്മാവിയോട് പറയണം, മുതലാളിയെ കണ്ടപ്പോഴേ പുല്ലുപോലെ. ഇതാണ് ഭാസുരേന്ദ്രൻ ചേട്ടൻ എഴുതിയിരിക്കുന്ന ഡയലോഗ്. റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് ടേക്കായി. ഇതുപോലെ തന്നെ ഫിലിം ഓടി. ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. സിത്താര നടന്നു പോയി. ട്രോളി ഇവിടുന്ന് ഇങ്ങനെ വന്നു. ജഗതിയും അമ്മായിയും ഫ്രെയിമിൽ വന്നപ്പോൾ ആ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ജഗതി പറഞ്ഞു, മുതലാളിയെ കണ്ടപ്പോഴേ പുല്ല് പോലെ. എന്നിട്ട് ഈ അമ്മായിക്ക് പുല്ല് പോലെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഗ്രാസ് സ്ക്രിപ്റ്റിലില്ല, റിഹേഴ്സലിലും പറഞ്ഞില്ല. ഹരികുമാർ സാർ കയറി കട്ട് പറഞ്ഞു. അപ്പോൾ കേട്ട് എന്ത് എന്നിട്ട് ആ ഗ്രാസ് എന്ന് എന്താ അമ്പിളി പറഞ്ഞേ എന്നിട്ട്, അല്ല അതൊരു പഞ്ച് ഡയലോഗാണ്. അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുള്ള പ്രശ്നം, ഞാൻ ചെറിയ ഹ്യൂമറായാലും പൊട്ടിച്ചിരിക്കും. ഞാൻ നിന്ന് ചിരിക്കുന്ന കണ്ടിട്ട് ജഗതിച്ചേട്ടൻ പറഞ്ഞു, ദിനേശ് പൊട്ടിച്ചിരിക്കുന്നു, തിയേറ്ററിൽ കയ്യടിയായിരിക്കും ഹരികുമാറേ, ഹരി എന്ന് പറഞ്ഞു. അല്ല അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ജഗതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ജഗതി ഗ്രാസ് എന്ന് പറയാതെ പുല്ല് പോലെ എന്ന് പറഞ്ഞ് അടുത്ത ടേക്ക് എടുത്തു. ഓക്കെ. ജഗതി എണീറ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, പുല്ല് ചിരിക്കുകയില്ല, ചിരിക്കാൻ സമ്മതിക്കുകയില്ല എന്ന് ജഗതി പറഞ്ഞത് ഞാനിപ്പോൾ ആലോചിക്കുന്നു. അതുപോലെ ഒരു സ്ക്രിപ്റ്റിലും ഉണ്ടാവുന്നതായിരിക്കില്ലേ, അത് പടമൊന്നും എനിക്കറിയില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോഴി കൊടുത്തായിരിക്കും വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ. വീട്ടിൽ ചെന്നിട്ട് കോളിംഗ് ബെല്ലടിക്കണം. അപ്പോൾ വിരലടയാളം പതിയാതിരിക്കാൻ കോഴിയുടെ ചുണ്ട് വെച്ച് ബെല്ലടിക്കും. അത് ഒരു സ്ക്രിപ്റ്റിലും ഉണ്ടാകുന്നതെല്ലാം മനോധർമ്മത്തോടെ ജഗതി ചെയ്യുന്നതാണ്. എടുക്കുന്ന സിനിമയുടെ ഗ്രേഡ് അനുസരിച്ച് അഭിനയിക്കാൻ അറിയാവുന്ന ബോൺ ആർട്ടിസ്റ്റാണ് ലാലേട്ട ജഗതി എന്നാണ് എനിക്ക് ലാലിനോട് പറയാനുള്ളത്. അതിപ്പോൾ താങ്കൾ 2 കുത്തിയാലൊന്നും മലയാളികളുടെ മനസ്സിൽ നിന്ന് ജഗതിയുടെ ഇമേജിനെ മാറ്റി മറിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.